ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കാരുണ്യവാനായ നാഥന്റെ അനുഗ്രഹമാണ് ഇന്ന് ഈ പുണ്യ റമദാനിലൂടെ കടന്നു പോകാൻ നമുക്ക് ഏവർക്കും അവസരം ലഭിച്ചത്. അതിനാദ്യം അള്ളാഹുവിനോട് നന്ദി പറയാം. അൽഹംദുലില്ലാഹ്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ്. ഈ അവസരത്തിൽ നമുക്ക് നമ്മെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും പിന്നെ തഖ്വയോടുകൂടി സൂക്ഷ്മയുള്ളവരുമായി കൊണ്ട് ജീവിക്കാനും ഈ ഒരു മാസം നമുക്ക് കഴിയേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ തഖ്വയുള്ളവരായിക്കാൻ വേണ്ടിയായിട്ടാണ്. സഹോദരന്മാരെ, എന്താണ് ഈ തഖ്വ? നമ്മൾ കുറെ ക്ലാസ്സിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട് തഖ്വ എന്ന്. എന്നാൽ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കല്ലും മുള്ളും നിറഞ്ഞ ഇടവഴിയിലൂടെ അതിലൂടെ ഇങ്ങനെ ചെരുപ്പില്ലാതെ ഒന്ന് നടന്നു നോക്കും, സങ്കല്പിച്ചു നോക്കൂ. എങ്ങനെയായിരിക്കും നമ്മൾ അതിലൂടെ കടന്നു പോവുക? കാലിൽ മുള്ളു തിറക്കാതെയും കല്ലിൽ തട്ടി വീഴാതെയും നമ്മൾ അതിജാഗ്രതയോട് കൂടിയായിരിക്കും നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് കൊണ്ടിരിക്കുക. അതുപോലെയാണ് ജീവിതത്തിലും നമ്മൾ ഓരോ ചുവടും നല്ല പോലെ മുള്ളു തറക്കാതെ കല്ലിൽ തട്ടി വീഴാതെ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് അതിജാഗ്രതയോടുകൂടി ഓരോ കാൽ ചുവടും വെക്കുന്നതാണ്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ ഈ വിലപ്പെട്ടമായ സമയം, നമ്മുടെ ഈ ശ്രദ്ധ എന്ത് ചെയ്യണം? തെറ്റിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ വിലപ്പെട്ട സമയത്തെ കാർന്നു തിന്നുന്ന പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. നമ്മൾ അതിനെല്ലാം വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചെയ്യുക. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ എടുത്തു നോക്കിയാൽ അറിയാലോ, നമ്മൾ ഖുർആനൊക്കെ ഓതാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴായിരിക്കും ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടാവുക. നമ്മൾ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങനെ കയറിപ്പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ നന്മ ചെയ്യുന്നത് അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അത് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി വല്ല പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടാതെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുക. ഇത് വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും മാസമാണല്ലോ. നമുക്ക് അള്ളാഹു അതിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരം നമ്മൾ നല്ല പോലെ ഉപയോഗിക്കുക. നമ്മൾ ചെയ്ത തെറ്റുകൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇനി അത് തൗബ ചെയ്ത് നമ്മൾ തെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു യാത്രയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ചളിക്കുണ്ടിൽ നമ്മൾ വീഴുകയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കും. നമ്മളുടെ ആ വെള്ള വസ്ത്രം കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ വേറെ ചളിക്കുണ്ടിലൊന്നും വീഴല്ലേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇത് നമ്മളുടെ പാപങ്ങൾ ഇനി നമുക്ക് പാപങ്ങൾ വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഈ അവസരത്തില് നമ്മൾ ഇങ്ങനെ നമ്മൾ നന്മകൾ ചെയ്യുക, നമ്മളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ തിന്മയേക്കാൾ കൂടുതൽ നമ്മൾ നന്മ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക.
നമ്മൾ ഇങ്ങനെ നന്മകൾ വാരി കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഈ നന്മയുടെ കൊട്ടയ്ക്ക് വല്ല ഓട്ടയുമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷ്മതയോട് കൂടി എന്ത് ചെയ്യണം? ഓരോ നന്മയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ റമദാനില് നമ്മൾ നമ്മൾ നമ്മുടെ വിശപ്പിനെ അടക്കി നിർത്തുകയാണല്ലോ നമ്മള്. അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും നമ്മുടെ കാതുകളുടെയും നാവിനെയും എല്ലാം അടക്കി നിർത്തേണ്ടതുണ്ട്. അതിന് പിന്നെ അള്ളാഹു നമ്മൾ അടക്കി നിർത്തിക്കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ഈ അവസരം ഉപയോഗിക്കുക. നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ആ തെറ്റുകൾ എന്ത് ചെയ്യുക? ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളവിടെ മനസ്സിനെ ആ തെറ്റിനെ വെറുത്ത് കളയേണ്ടതുണ്ട്. നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നാളേക്കുള്ള വിഭവങ്ങളാണ് ഒരുക്കി വെക്കേണ്ടത്. നമ്മൾ നാളേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ അവസരത്തിൽ ഈ നമ്മളുടെ പല കാര്യങ്ങൾക്കും നമ്മളുടെ സമയം ചെലവഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സമയം അതിനായിട്ട് നമ്മൾ അവസരങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. നമ്മളിലേക്ക് തന്നെ നമ്മൾ നാളേക്ക് എന്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്, എന്താണ് നമ്മൾ നാളേക്ക് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മളെ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. നാളേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചു എന്നുള്ളത്. നമ്മൾ നാളേക്ക് വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ മുമ്പാകെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഒരു ത്വൽഹ റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസില് ഇങ്ങനെ കാണാം, രണ്ടാളുകൾ. അതിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി സദാ നന്മ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുറെ നന്മ ചെയ്ത് അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. അടുത്ത രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞത്, അദ്ദേഹം 1 വർഷം കൂടി കടന്നു പോയതിനു ശേഷമാണ് അയാൾ മരിച്ചത്. അത് സാധാരണ പോലെ ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സ്വഹാബിമാരോട്, ഇതിൽ ആരായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. സ്വഹാബിമാർ നമ്മൾ പറയുന്ന പോലെ അല്ലെ, നന്മ വാരിക്കോരി കൂട്ടുന്ന ആൾ, രക്തസാക്ഷിയായ ആ ആളായിരിക്കും സ്വർഗത്തില് എന്ന് അവരും പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ല, രണ്ടാമത്തെ ആളാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞത് അടുത്ത റമദാനിൽ കൂടി ജീവിക്കാനുള്ള അവസരം ലഭിച്ച ആളാണ്. അങ്ങനെ അദ്ദേഹം അവസരം ലഭിച്ചിട്ട് അദ്ദേഹത്തിന്റെ അവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. നാഥൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവരും നമുക്ക് ഇനി അടുത്തൊരു അവസരം നമുക്ക് ലഭിക്കും എന്ന് നമുക്കറിയില്ല. നമുക്ക് കിട്ടിയ അവസരം നല്ലതുപോലെ ഉപയോഗിക്കുക. ഓരോ സെക്കൻഡ് ആയാലും ഓരോ മിനിറ്റ് ആയാലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്തു ഇരിക്കുക. നമ്മൾ ഇപ്പം വൈകുന്നേരമായ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലായാൽ പോലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഓരോ എടുത്തു വെക്കുന്ന ധൃതിയിലായിരിക്കും നമ്മൾ. ഓരോ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ, വെള്ളമായാലും എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്ന് കുറച്ച് മുന്നോട്ട് വെച്ച് ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമാകുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകുക. അള്ളാഹു പറഞ്ഞല്ലോ 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത്. ഒരാള് നോമ്പുകാരന്റെ പ്രാർത്ഥന, രണ്ടാമത്തെ ആൾ യാത്രയിലുള്ള ഒരാളുടെ പ്രാർത്ഥന, മൂന്നാമത്തെ മർദ്ദിതന്റെ പ്രാർത്ഥന എന്നാണ്. നമ്മൾ ഈ അവസരം നന്നായി ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും വലൈക്കും അസ്സലാം അസ്സലാം വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി മാഷാ അല്ലാ. അൽഹംദുലില്ലാ, വളരെ നന്നായിട്ട് ടീച്ചർ സംസാരിച്ചു. ഇതിൽ പ്രത്യേകിച്ചും റമദാനിലുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതയെക്കുറിച്ച് തന്നെ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ എന്നാലും എടുത്തു പറയേണ്ട ഒന്നാണ് ആ, ടീച്ചർ പറഞ്ഞ ഒരു സംഭവം. എല്ലാവരും അത്രമേൽ അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരി അവനെ പോലെ ആകുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് ആ ജോലിക്ക് കൂലിയില്ല എന്ന് പറയുന്ന പോലെ ഒരാള് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു. അവസാനം ആ നന്മയുടെ ഭാണ്ഡത്തിൽ നന്മയായിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇബാദത്തുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആ ചെയ്യുന്ന കാര്യം അത് ഉപകാരമില്ലാത്തതാകുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അതിന് കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ആളാവാൻ വേണ്ടിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴായാലും, അതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുമ്പോഴായാലും, എന്ത് തന്നെ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് നല്ല ഒരു ഇത് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട്, നല്ല ഫീഡ്ബാക്ക് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട്, ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം എന്നുള്ള. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ ഒരു നീയത്ത്, അതെന്താണോ അതിനനുസരിച്ചായിരിക്കും പടച്ചതമ്പുരാൻ പ്രതിഫലം നൽകുക എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഒരു ബലികർമ്മം നടത്തുമ്പോഴും ആ ബലിമൃഗത്തിന്റെ രക്തവും മാംസവും ഒന്നും അള്ളാഹുലേക്ക് എത്തുന്നില്ല, മറിച്ച് അത് നിർവഹിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത, അത് മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ അതീവ ജാഗ്രത കാണിക്കേണ്ട ഒന്ന് അത് തന്നെയാണ്. മറ്റൊന്ന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഒരു പട്ടാളക്കാരനെ പോലെയാണ്. ഒരു പട്ടാളക്കാരൻ നാട്ടിലേക്ക് ലീവിന് വന്നാലും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ ഉറങ്ങുന്ന സമയത്ത് പോലും അവർ സജീവ സന്നദ്ധരായിരുന്നില്ല. ചില വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. ആ വീഡിയോയില് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു പട്ടാളക്കാരൻ കിടന്നുറങ്ങുന്ന രംഗം. ആ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഗണ്ണുണ്ട്, ഗണ്ണ് പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ആ ഗണ്ണ് ഒരാൾ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ വലിക്കുന്ന സമയത്ത് അത് ഒരാൾക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അതിനെ പിടിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംരക്ഷണമാണ്. രണ്ടാമത്തത്, എപ്പോ വിളി വന്നാലും ഞാൻ റെഡിയാണ് എന്ന ഒരു പ്രഖ്യാപനം കൂടെ അതിലുണ്ട്. ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. അവന്റെ ജീവിതത്തിൽ എപ്പോഴും മരണം എത്താം. ആ മരണം എത്തുമ്പോൾ കുറച്ച് സമയം കൂടെ എനിക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുന്ന പരാജിതരായ ആളുകളിൽ പെട്ടുപോകാതെ, ഐ ആം റെഡി, ഞാൻ റെഡിയാണ് എന്ന് പറയാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അതിനു വേണ്ടിയാണ്. ഈ റമദാൻ അതിനുള്ളത് തന്നെയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയ അവസാനത്തെ ഒരു ചരൽക്കല്ല്, ആ ചരൽക്കല്ലിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചരൽക്കല്ലല്ല, മറിച്ച് വെട്ടിത്തിളങ്ങുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു രത്നമാണ് എന്നുള്ളത്. ഇത് നമ്മളിങ്ങനെ കേട്ട തന്നെ, പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ, വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈമാനിന് വർധനവുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നത്. ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ ഒരു പ്രചോദനമായി മാറണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു ദിക്ർ നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. വളരെ നല്ല രൂപത്തിൽ തന്നെ ടീച്ചർ വിഷയം അവതരിപ്പിച്ചു, സംസാരിച്ചു. ഇത് ഇവരെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് പറയാണ്. ഇപ്പൊ ഇതിൽ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഭാഷണ എന്ന ഒരു പ്രസംഗ പരിശീലനം, 5 ദിവസം കൊണ്ട് നിങ്ങൾക്കും ഒരു പ്രസംഗകനാവാം
എന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് പരിശീലനം നേടി അവർക്ക് പ്രസംഗിക്കാനുള്ള, ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ് ഇത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഫോളോ അപ്പ് നടത്താനും നമ്മുടെ ആരാധനകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മളെ ഒരു മുന്നേറും എത്ര നമുക്ക് സാധിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റിയ ഒരു അവസരം കൂടെയാണ് എന്ന് അറിയിക്കുകയാണ്. ഓക്കെ, ആരോ എന്തോ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല. ഓക്കെ, അപ്പോ എന്റെ ഇത്ര കൈ തട്ടി അറിയാതെ മൈക്ക് ഓൺ ചെയ്താട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സാറന്നെ പറഞ്ഞു, മാഷാഅല്ലാ, നല്ല ആ, ക്ലാസ് ആയിരുന്നു. ആയിരുന്നു. അപ്പൊ ഇൻഷാല്ല ഫീഡ്ബാക്ക് നമുക്ക് ഗ്രൂപ്പിൽ പറയാം. ഇനി ഇൻഷാല്ല നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ തജ്വീദിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എല്ലാവരും സജീവമായിട്ട് നേരത്തെ തന്നെ നാളത്തെ ക്ലാസ്സിൽ എത്തണം. ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്, അതുപോലെ എല്ലാവരും എത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ല നമ്മുടെ ഈ ഒരു പ്രവർത്തനം അള്ളാഹു അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചുമൊക്കെയുള്ള ഈ സംസാരവും ഒക്കെ അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന സൽക്കർമ്മമായി തീർക്കുകയും അവൻ പ്രതിഫലം നൽകുന്ന ആരാധനയായി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിന മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.